പാണ്ഡിത്യമുള്ള ഒരാളാണ് MK ഫൈസിയും. ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഉന്നത സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്നും ആലിം ബിരുദം കോഴ്സ് പൂർണ്ണമാക്കി ഫൈസി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ് MK ഫൈസി. അല്ലാതെ രാജ്യദ്രോഹ കുറ്റമായി പ്രവർത്തനം ചെയ്യാൻ പാകിസ്ഥാനിൽ പോയി പഠിച്ചിട്ട് വന്ന ഒരാളല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നും അംഗീകരിച്ച് അവരുടെ അണ്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ആലിം കോഴ്സ് പൂർണ്ണമായി പാണ്ഡിത്യത്തോടുകൂടി പുറത്തിറങ്ങിയ ഒരു പണ്ഡിതനാണ് MK ഫൈസി. അദ്ദേഹത്തിന്റെ പേരിൽ എന്തുകൊണ്ട് അത്തരത്തിൽ ആ ഭാഗത്ത് നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു നടപടിക്രമമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഉണ്ടായില്ല എന്നത് ഈ രാജ്യത്തെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പാലിക്കുന്ന മൗനം ഗുരുതരമായ കുറ്റമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഫൈസി കൂട്ടായ്മ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പണ്ഡിതന്മാരെ കൊണ്ട് നിബിഡമായ ഒരു പണ്ഡിത സംഘടനയാണ് ആ സംഘടന. എന്നിട്ടും ഫൈസി അറസ്റ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു നടപടിക്രമോ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമോ എന്തുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്നില്ല? അപ്പൊ നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം, പണ്ഡിതന്മാർ പള്ളിയിൽ ജോലിയെടുക്കേണ്ടവരല്ലേ, എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി വരുന്നത് എന്ന്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അപജയം നടക്കുമ്പോൾ അതിന്റെ മുന്നണി പോരാളികളായി വന്നിട്ടുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പണ്ഡിതന്മാരെയാണ്. കേരളത്തിൽ നോക്കിയാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, ഉമർ ഖാദിയെ പോലെയുള്ള പണ്ഡിതന്മാരാണ് വൈദേശികാധിപത്യം ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ ആദ്യമായി മുന്നിട്ടിറങ്ങി നമുക്ക് കാണാനാവും. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യമായി വൈദേശികാധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുന്നണി പോരാളികളായി വന്നത് ഒരുപാട് സ്വാത്വികരായ പണ്ഡിതന്മാരായിരുന്നു. ദൈവന്തി ഉലമാക്കളെ പോലെയുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കളായിരുന്നു. കാര്യം അവരുടെ മേലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് അബ്ദുൽ നാസർ മഅദനി ചെയ്തതും ആ ഉത്തരമാണ് MK ഫൈസി ചെയ്തതും ആ ഉത്തരമാണ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലെയും ലോകത്തെയും മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ഏത് വിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്.